നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സീത്താങ്കോളി കൊലപാതകം പ്രതി അറസ്റ്റിൽ. നായിക്കാപ്പ് സ്വദേശി ശ്രീനിവാസയാണ് പിടിയിലായത്. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർക്ക് സൂര്യതാപമേറ്റു. 19ാം വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണനാണ് പൊള്ളലേറ്റത്. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കുവാനായി കൊണ്ടുവന്ന ₹1,00,00,000 രൂപ പട്ടാപകൽ കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി അറുമുഖനാണ് പിടിയിലായത്. കടം നൽകിയ 2,000 രൂപ തിരിച്ചു തന്നില്ല. സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ. നുള്ളിപ്പാടിയിൽ കെട്ടിടത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. വോട്ടെണ്ണലിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. കാസർഗോഡ് പടന്ന ശൈശവ വിവാഹം. ചന്ദേര പോലീസ് അഴീക്കൽ ജുമാ മസ്ജിദിലെ ഇമാമിന്റെ മൊഴിയെടുത്തു. കേരള NGO അസോസിയേഷൻ 51ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സീത്താങ്കോളി കൊലപാതകം പ്രതി അറസ്റ്റിൽ. നായിക്കാപ്പ് സ്വദേശി ശ്രീനിവാസയാണ് പിടിയിലായത്. മദ്യലഹരിയിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. പാടലടുക്കം സ്വദേശി സഫായത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സീത്താങ്കോളിയിൽ ഡ്രൈവറെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. കുമ്പള നായിക്കാപ്പ് ഇച്ചിലമ്പാടി കൊടിയമ്മ സ്വദേശി ശ്രീനിവാസയാണ് പിടിയിലായത്. ബാപ്പാലിപ്പൊനം പാടലടുക്കം സ്വദേശി ഷഫായത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സീതാങ്കോളി പെർല റോഡിലെ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിനകത്താണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയത്. മരക്കൊമ്പ് കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മരക്കൊമ്പ് സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്തിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ചോര വാർന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഷഫാത്തും ശ്രീനിവാസയും തമ്മിൽ വാക്കുതർക്കവും ബഹളവും നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകം. സീതാങ്കോളിയിലെ കോഴിക്കടയുടെ വാഹന ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷഫാത്ത്. നേരത്തെ പച്ചക്കറി, മീൻ വിൽപ്പന നടത്തിയിരുന്നു. കാടുമൂടി കിടക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരം ലഹരി സംഘങ്ങളുടെ താവളമാണെന്ന് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെളിനീരിനൊത്ത പരിശുദ്ധി. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർക്ക് സൂര്യതാപമേറ്റു. 19ാം വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണനാണ് പൊള്ളലേറ്റത്. ഇദ്ദേഹം ചികിത്സ തേടി. തൃക്കരിപ്പൂരിലും 8 വയസ്സുകാരന് സൂര്യതാപമേറ്റു. വിദ്യാർത്ഥിയായ ഇഷാനാണ് കഴുത്തിൽ പൊള്ളലേറ്റത്. കാഞ്ഞങ്ങാട് നഗരസഭ 19ാം വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണനാണ് പൊള്ളലേറ്റത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് സൂര്യാതാപമേറ്റതെന്ന് സംശയിക്കുന്നു. പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് കഴുത്തിന് താഴെയായി ദേഹത്ത് മുന്നിലും പിന്നിലും പൊള്ളലേറ്റത്. നമസ്കാരം, ഞാൻ കാഞ്ഞങ്ങാട് നഗരസഭയുടെ 19ാം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനാണ്. എനിക്ക് ഇന്നലെ ടൗണിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഉച്ച സമയത്ത് ബൈക്കിൽ പോയതാണ്. പൊള്ളലേൽക്കുകയും പിന്നീട് നോക്കുമ്പോൾ വളരെ കാഠിന്യത്തിൽ പൊള്ളലേൽക്കുകയുണ്ടായി. ഡോക്ടറെ കാണിച്ച് സ്ഥിരീകരിച്ചു. സൂര്യാഘാതം കിട്ടിയെന്നാണ് അറിഞ്ഞത്. ഭയങ്കര വീട്ടിൽ റെസ്റ്റിലാണ്. വേദന ഉണ്ട്, വളരെ പ്രയാസത്തിലാണ്. ഉണ്ണികൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സ തേടി. കാസർഗോഡ് തൃക്കരിപ്പൂരിലും 8 വയസ്സുകാരന് സൂര്യാതാപമേൽക്കുന്ന സംഭവമുണ്ടായി. വിദ്യാർത്ഥിയായ ഇഷാനാണ് കഴുത്തിന് പൊള്ളലേറ്റത്. വീടിന് സമീപത്തെ ക്ഷേത്രോത്സവത്തിനിടെയാണ് പൊള്ളലേറ്റത്. സൂര്യാതാപമേൽക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കുവാനായി കൊണ്ടുവന്ന ₹1,00,00,000 രൂപ പട്ടാപകൽ കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. തമിഴ്നാട് ഡിണ്ടിഗൽ മെയിൻ റോഡ് രാംജി നഗറിലെ അറുമുഖൻ എന്ന കിട്ടുവിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഛത്തീസ്ഗഡിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നും ഇയാളെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കുവാനായി കൊണ്ടുവന്ന ₹1,00,00,000 രൂപ അടങ്ങിയ ബോക്സ് പട്ടാപകൽ കവർച്ച നടത്തിയ കേസിലാണ് മുഖ്യ സൂത്രധാരൻ കൂടി അറസ്റ്റിലായത്. തമിഴ്നാട് ഡിണ്ടിഗൽ മെയിൻ റോഡ് രാംജി നഗറിലെ അറുമുഖൻ എന്ന കിട്ടുവിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഛത്തീസ്ഗഡിലെ ഒളിവ് കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം SI ദിനേശ് രാജൻ, പോലീസുകാരായ ദിനേശ്, ചന്ദ്രകാന്ത, സന്ദീപ് എന്നിവരടങ്ങിയ സംഘമാണ് അറുമുഖനെ പിടികൂടിയത്.
2024 മാർച്ച് 27 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഉപ്പള ടൗണിൽ കാസർഗോഡിനെ തന്നെ നടുക്കിയ ഈ വൻ കവർച്ച നടന്നത്. ആക്സിസ് ബാങ്കിന്റെ ATM നിറയ്ക്കുവാൻ പണം കൊണ്ടുവന്ന സ്വകാര്യ കമ്പനിയുടെ വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് 1/2 കോടി രൂപയടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഉദ്യോഗസ്ഥനും ഡ്രൈവറും ATM പണം നിറയ്ക്കുവാൻ കയറിയപ്പോഴായിരുന്നു സംഭവം. വാൻ ATM മുന്നിൽ നിർത്തിയിട്ട ശേഷം കൗണ്ടറിൽ കയറി ATM ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ച നടന്നത്. വാനിന്റെ സീറ്റിലായിരുന്നു പണമടങ്ങിയ ബോക്സ്. സംഭവ സമയം വാഹനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ATM പണം നിറയ്ക്കുവാൻ കൊണ്ടുപോകുമ്പോൾ തോക്കുമേന്തി സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടാകണമെന്നാണ് ചട്ടം. എന്നാൽ അന്ന് സെക്യൂരിറ്റി ജീവനക്കാരനില്ലാതിരുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. സമീപത്തെ കടകളിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച സൂചനകൾ പ്രകാരം പോലീസ് അന്വേഷണം നടത്തുകയും പ്രതികളായ മുത്തുക്കുമരൻ, കാർവരൻ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കേസിലെ സൂത്രധാരനായ അറുമുഖൻ സംഭവത്തിനു ശേഷം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. 2 വർഷത്തോളമായി ഇയാൾക്കായി പോലീസ് വലവിരിച്ചുവെങ്കിലും പിടികൂടുവാൻ സാധിച്ചിരുന്നില്ല. ഈ അടുത്താണ് ഛത്തീസ്ഗഡിലെ ഒളിവ് കേന്ദ്രത്തിൽ ഇയാൾ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഛത്തീസ്ഗഡിലെത്തുകയും ഒളിവ് കേന്ദ്രത്തിൽ നിന്നും അതിസാഹസികമായി ഇയാളെ പിടികൂടുകയുമായിരുന്നു. അറുമുഖനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി മഞ്ജുനാഥ അറസ്റ്റിലായതോടെ നിർണായക വിവരങ്ങൾ പുറത്ത്. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് യുവാവിനെ കൊല ചെയ്യുന്നതിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട യുവാവും മഞ്ജുനാഥയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതാണ് തർക്കത്തിന് കാരണമായത്. പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കമാണ് ഈ കേസിന്റെ ചുരുളഴിച്ചതും പ്രതിയെ വേഗത്തിൽ പിടികൂടുവാൻ സഹായിച്ചതും. ദേശീയപാതയോരത്തിന് സമീപം നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കർണാടക സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിയുകയും പ്രതി കർണാടകയിലെ ഗദഗ് ലക്ഷ്മീശ്വര സ്വദേശി മഞ്ജുനാഥയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ നിർണായക വിവരങ്ങൾ പുറത്ത്. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് യുവാവിനെ കൊല ചെയ്യുന്നതിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട യുവാവും മഞ്ജുനാഥയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതാണ് തർക്കത്തിന് കാരണമായതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കെട്ടിടത്തിലെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ മാർച്ച് 10 രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ കെട്ടിടത്തിന് സമീപം സമൂഹവിരുദ്ധർ താവളമാക്കുന്നതായും ഇവിടെ രാത്രിയുടെ മറവിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും കെട്ടിട ഉടമയുടെ മകന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് മിക്ക ദിവസങ്ങളിലും ഇയാൾ രാത്രി എത്തി പരിശോധിക്കുമായിരുന്നു. അങ്ങനെയുള്ള പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാളുടെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്തത്. കർണാടക ഗതക് ബലേഗ ഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷാണ് മരിച്ചത്. ഇദ്ദേഹം കാസർഗോഡ് താമസിച്ച് കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. ഇയാൾക്കൊപ്പം പണിയെടുക്കുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായ മഞ്ജുനാഥ. പ്രതിയായ മഞ്ജുനാഥയും കൊല്ലപ്പെട്ട ചന്ദ്രശേഖരയും സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് മദ്യപിക്കുകയും താമസിക്കുകയും ചെയ്യുന്നവരുമായിരുന്നു. ഇതിനിടയിൽ മഞ്ജുനാഥ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരയ്ക്ക് 2000 രൂപ കടം നൽകിയിരുന്നു. ഏറെക്കാലമായിട്ടും അത് തിരികെ ലഭിച്ചിരുന്നില്ല. സംഭവം നടക്കുന്ന രാത്രിയിൽ ഇരുവരും ഈ കെട്ടിടത്തിന് സമീപത്തിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ മഞ്ജുനാഥ കടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇത് ചന്ദ്രശേഖര എതിർക്കുകയും ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മഞ്ജുനാഥ. അതുകൊണ്ട് തന്നെ ഇയാളെ പിടിക്കുക പോലീസിന് നല്ല പണിയായിരുന്നു. പ്രതി ഹാസനിലുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് 4 ദിവസം അവിടെ താമസിച്ചാണ് പിടിച്ചതെന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത കാസർഗോഡ് ടൗൺ ഇൻസ്പെക്ടർ പി നളിനാക്ഷൻ പറഞ്ഞു. ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ ASI പ്രസാദ്, കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലെ രതീഷ്, ശ്രീരാജ് എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. 5 മണ്ഡലങ്ങളിൽ 3ഉം നിലനിർത്തുമെന്ന് ഇടതുമുന്നണിയും മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവയ്ക്ക് പുറമെ ഉദുമ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് UDFും. മഞ്ചേശ്വരത്തും കാസർഗോട്ടും ജയം ഉറപ്പെന്ന് NDAയും കണക്കുകൂട്ടുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ജില്ലയിൽ ഫലം പ്രവചനാതീതമാണ്. വോട്ടെടുപ്പ് ഫലമറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാസർഗോഡ് ജില്ലയിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. 5 മണ്ഡലങ്ങളിൽ 3ഉം നിലനിർത്തുമെന്ന് ഇടതുമുന്നണിയും മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾക്ക് പുറമെ ഉദുമ തിരിച്ചുപിടിക്കുമെന്നും UDFും മഞ്ചേശ്വരവും കാസർഗോട്ടും ജയിക്കുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു.
ഉദുമയിൽ UDF വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ മത്സരം കടുത്തതായിരുന്നുവെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഉദുമയിൽ ഇത്തവണയും ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കാഞ്ഞങ്ങാട് മണ്ഡലം ഇടതുമുന്നണിയുടെ കയ്യിൽ തന്നെയെന്ന് ഉറപ്പിച്ച നിലയിലുള്ള കണക്കുകൂട്ടലുള്ളതിനാൽ തന്നെ മറ്റു മുന്നണികൾ ഇവിടെ വിജയിക്കുമെന്ന അവകാശവാദമുയർത്തുന്നില്ല. ഉദുമ തിരിച്ചുപിടിച്ചാൽ UDFനും മഞ്ചേശ്വരത്ത് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ NDAയ്ക്കും തൃക്കരിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ UDFനും അത് ചരിത്ര നേട്ടമാകും. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങൾക്ക്, യുവജനങ്ങൾ, തൊഴിലാളികൾ, ജീവനക്കാർ, മഹിളകൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങി നാനാ വിഭാഗങ്ങൾക്കും സർക്കാർ നൽകിയ സ്നേഹസ്പർശം എല്ലാവിധ ഭരണവിരുദ്ധ പ്രചാരണങ്ങളെയും അതിജീവിക്കാൻ സഹായിച്ച ഗ്യാരണ്ടിയായി മാറിയെന്നും കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റിൽ 3ലും LDF വിജയിച്ചു കയറുമെന്നും CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ പറഞ്ഞു. ജില്ലയിൽ നിലവിലുള്ള സ്ഥിതി തുടരുമെന്നും ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങൾ LDFനും തന്നെയായിരിക്കുമെന്നും CPIയും വ്യക്തമാക്കുന്നു. കാഞ്ഞങ്ങാട് ഒഴികെ 4 മണ്ഡലങ്ങളിലും UDFന് വിജയപ്രതീക്ഷയുണ്ടെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ വ്യക്തമാക്കുന്നു. ബൂത്ത് തലങ്ങളിൽ കിട്ടിയ കണക്കുപ്രകാരം മഞ്ചേശ്വരം 22,467, കാസർഗോഡ് 26,456, ഉദുമ 10,250, തൃക്കരിപ്പൂർ 9,469 വോട്ട് UDFന് ലീഡ് കിട്ടുമെന്നും PK ഫൈസൽ പറയുന്നു. മഞ്ചേശ്വരത്ത് 10,000 വോട്ടിന്റെയും കാസർഗോഡ് 15,000 മുതൽ 20,000 വോട്ടിന്റെയും ഉദുമയിൽ 1,500 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളതെന്നും തൃക്കരിപ്പൂരിൽ വിജയം പ്രതീക്ഷിക്കുന്നുവെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ കല്ലട്ര മാഹിൻ ഹാജി പങ്കുവയ്ക്കുന്നത്. തൃക്കരിപ്പൂരിൽ വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പ്രതീക്ഷയില്ലെന്നും കല്ലട്ര മാഹിൻ ഹാജി വ്യക്തമാക്കി. മഞ്ചേശ്വരവും കാസർഗോഡും വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP കേന്ദ്രങ്ങൾ. മഞ്ചേശ്വരത്ത് ഇത്തവണ NDA ജയിക്കുമെന്നും കാസർഗോഡും ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വ്യക്തമാക്കി. മറ്റു മണ്ഡലങ്ങളിൽ നിർണായകമായ മുന്നേറ്റമുണ്ടാകുമെന്നും അശ്വിനി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്ന ശൈശവ വിവാഹം. അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഇമാമിന്റെ മൊഴിയെടുത്ത് ചന്ദേര പോലീസ്. അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഇമാം റഹ്മത്തുള്ള മദനിയുടെ മൊഴിയാണ് ചന്ദേര പോലീസ് രേഖപ്പെടുത്തിയത്. മസ്ജിദിൽ നടന്നത് മതപരമായ വിവാഹ ചടങ്ങ് തന്നെയായിരുന്നുവെന്ന് പള്ളി ഖത്തീബ് റഹ്മത്തുള്ള മദനി പ്രതികരിച്ചു. വാർഡ് മെമ്പർ കൂടിയായ പള്ളി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന 16-കാരിയുടെയും 28-കാരന്റെയും വിവാഹം വിവാദമായതോടെ സംഭവം വളച്ചൊടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായ ആക്ഷേപമാണ് ഉയരുന്നത്. നിക്കാഹ് എന്ന മതപരമായ വിവാഹ ചടങ്ങ് കഴിഞ്ഞെങ്കിലും വിവാഹ നിശ്ചയം മാത്രമാണ് നടത്തിയത് എന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പള്ളിയിൽ നടന്നത് മതപരമായ വിവാഹ ചടങ്ങ് തന്നെയായിരുന്നുവെന്ന് ഖത്തീബ് റഹ്മത്തുള്ള മദനി സ്ഥിരീകരിക്കുന്നു. പെൺകുട്ടിയുടെ വയസ്സിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് വിശദമായിട്ട് മുമ്പ് ആ ചൈൽഡിന് കൊടുത്തതുപോലെ തന്നെ വിശദമായി കാര്യങ്ങൾ, അത് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം ഇവിടെ സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ നിക്കാഹ് നമ്മളൊന്നും അറിയലില്ല. നമ്മളിത് ഒരു ഇന്ന സമയത്ത് നിക്കാഹ് ഉണ്ടെന്ന് പറയും, ആ സമയത്ത് നമ്മൾ പോയി ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇതും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെണ്ണിൻ്റെ പ്രായമോ കാര്യങ്ങളോ മറ്റോ ഒന്നും നമ്മൾ അറിയലുമില്ല, നമ്മളത് അറിയിക്കലുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കതിൽ പങ്കില്ല, അത്രയേ ഉള്ളൂ. മതപരമായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് പറയാം. മതപരമായിട്ട് അതന്നെ ഇപ്പോൾ റെക്കോർഡിക്കലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിയമപരമായിട്ട് നമുക്ക് എന്തില്ല, അത് വിവാഹമാണെന്ന് സ്ഥിരപ്പെടുത്താനുള്ള രേഖകളൊന്നുമില്ല. അവിടെയില്ല, ഇവിടെയില്ല, റെക്കോർഡിക്കലായിട്ടില്ല. പിന്നെ ഇങ്ങനെ ചടങ്ങ് നടന്നു. ഈ ചടങ്ങ് നടന്ന് ഇതിപ്പോൾ 2 കുടുംബത്തിനെ ചേർക്കലാണ് ഉള്ളത്. പെൺകുട്ടിയുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ ഹാജരാക്കാത്തതിനാൽ പെൺകുട്ടിയുടെ മഹല്ല് കമ്മിറ്റിയുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദിൽ നിക്കാഹ് നടത്തിയത്. ശൈശവ വിവാഹ പരാതിയിൽ വരൻ എടച്ചാക്കൈ ബദർ നഗറിലെ ഷാബിർ ഷെയ്ഖ്, പെൺകുട്ടിയുടെ പിതാവ് പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ, ജുമാ മസ്ജിദ് ഉസ്താദ് റഹ്മത്തുള്ള എന്നിവരുടെ പേരിൽ ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പള്ളിയിലെത്തി ഖത്തീബിന്റെ മൊഴി രേഖപ്പെടുത്തി. അതിനിടെ ശൈശവ വിവാഹത്തിൽ പരസ്യ പ്രതിഷേധവുമായി DYFI, മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള NGO അസോസിയേഷൻ 51ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ VP ബോബിൻ, സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ K പ്രദീപൻ, ബിനു കോറോത്ത്, സംസ്ഥാന സെക്രട്ടറിമാരായ ജോയ് ഫ്രാൻസിസ്, C വിഷ്ണുദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VTP രാജേഷ് സ്വാഗതവും ട്രഷറർ VM രാജേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളെ വഞ്ചിച്ച, നിങ്ങൾ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത ഈ സർക്കാരിനെതിരായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്തു, ജീവനക്കാർ വോട്ട് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് വരാൻ പോകുന്നത്. അത് വരിക തന്നെ ചെയ്യും, ഒരു തർക്കമില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ ചെയ്ത കൊള്ള എന്ന് പറയുന്നത് ചെറുതല്ല. ഒരൊറ്റ ചിന്ത മാത്രമേ ഈ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ: ജനങ്ങളെ വഞ്ചിക്കുക, ജനങ്ങളെ കൊള്ളയടിക്കുക, കമ്മീഷൻ പറ്റുക. മെഡിസപ്പിന്റെ പ്രീമിയം ഓരോ മാസവും വർദ്ധിപ്പിച്ചു. ഇതിലും ഈ സർക്കാരിന് വളരെ കൃത്യമായി കമ്മീഷൻ ഉണ്ട്. ഈ സർക്കാരിന്റെ ഓരോ മന്ത്രിമാരും ഓരോ പദ്ധതി എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കമ്മീഷൻ പറ്റുക എന്നുള്ള ദൗത്യം മാത്രം നിർവഹിച്ചു പോയ ഒരു സർക്കാരാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് നികീഷ് MV അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M മാധവൻ നമ്പ്യാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി റെനിൻസൺ K തോമസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സംഘടനാ ചർച്ചയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് A ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ അവതരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP ആചാർ, P വത്സലാകൃഷ്ണൻ, MT പ്രസീത, ജയപ്രകാശ് MP ആചാർ, CK അരുൺകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ വരയിലം, ജില്ലാ വനിതാ ഫോറം കൺവീനർ M ബിന്ദു പ്രദീപ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയകുമാർ നായർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി P കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത ചൂടിൽ നാടൊരുങ്ങുമ്പോൾ ദാഹമകറ്റുവാൻ ടൗണിൽ തണ്ണീർ പന്തലൊരുക്കി തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക്. ടൗണിലെ പ്രധാന ശാഖാ പരിസരത്താണ് പന്തലൊരുക്കിയത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് തണലേകാൻ സഹകരണ തണ്ണീർ പന്തൽ ഒരുക്കിയത്. നാടൻ മോരും വെള്ളമാണ് ദാഹശമനിയായി ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. തൃക്കരിപ്പൂർ ടൗണിലെത്തുന്നവർക്ക് ഏറെ ആശ്വാസമാവുകയാണ് തണ്ണീർ പന്തൽ. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ടൗണിലെ പ്രധാന ശാഖാ പരിസരത്തൊരുക്കിയ തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് C രവി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭയങ്കരമായ ചൂടാണ്. തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഇതുപോലെ ഈ ദാഹജലം കൊടുക്കുന്നത്. അതുപോലെ എല്ലാവരും ഈ വെള്ളം കുടിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ളം എല്ലാവരും കരുതുന്നതായിരിക്കും. മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, ഡയറക്ടർമാരായ LK യൂസഫ്, VV അനിൽകുമാർ, TV ആനന്ദകൃഷ്ണൻ, P സുബ്രഹ്മണ്യൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ എന്നിവർ സംസാരിച്ചു. മഴക്കാലം ആരംഭിക്കും വരെ ദാഹശമനി വിതരണം ചെയ്യാനാണ് ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കോലായി ലൈബ്രറിയിൽ വായനക്കളരി സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് അണിഞ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കേരള ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കോലായി ലൈബ്രറിയിൽ സംഘടിപ്പിച്ച വായനക്കളരി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് അണിഞ്ഞ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം SV അശോക് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഹസൈനാർ തോട്ടുംഭാഗം അധ്യക്ഷത വഹിച്ചു. സ്കാനിയ ബെദിര, സുലേഖ മാഹിൻ, നവാസ് പാരീസ്, കരീം ചൗക്കി എന്നിവർ സംസാരിച്ചു. നമ്മൾ കാണാത്ത കഴിവുകളുണ്ട് കുട്ടികൾക്ക്, ഉറപ്പാണ്. ആ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രജ്വലിപ്പിക്കുക. അവൻ വാനമുട്ട് വളരും, അവൾ ഈ ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലെത്തും. ചോദിച്ചു, പാട്ട് പാടുന്ന കുട്ടിയാര്, വരക്കുന്ന കുട്ടിയാര്, കളിക്കുന്ന കുട്ടിയാര്? കളിക്കുന്ന കുട്ടി മോശ അല്ല, ഏറ്റവും അധികം അറിയപ്പെടുന്നത് കളിക്കാരാണ്. കളിക്കുന്ന കുട്ടിയാരാണ്? നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടിയാരാണ്? നന്നായി പുഞ്ചിരിക്കാനുള്ള ശേഷി ആർക്കൊക്കെ ഉണ്ട്? കുട്ടികളോട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ആർക്കൊക്കെ ചിരിക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെയുള്ള എല്ലാ കുട്ടികളും ചിരിക്കുന്നുണ്ട്, നന്നായിട്ട് ഞാൻ കണ്ടു. നേരത്തെ സുന്ദരമായി ചിരിക്കുന്നുണ്ട്. മക്കളെ, നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണത്. മറ്റു ചുറ്റുപാടുള്ള കുട്ടികൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി, പുഞ്ചിരിക്കാൻ അറിയുന്നില്ല. അവർക്ക് ആകെ ഈ മൊബൈൽ ഫോൺ നോക്കി തല താഴ്ത്തി. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഹോൾഡ് യുവർ ഹെഡ് ഹൈ എന്നാണ്. തല ഉയർത്തി നിൽക്കാനും നടക്കാനും പറഞ്ഞത്. പക്ഷേ ഇപ്പം എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ അറിയാം. അതോടൊപ്പം നിങ്ങൾക്ക് ഉമ്മ തരുന്ന സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഉമ്മ കുറ്റം പറയില്ല നിങ്ങളെ. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. വീട്ടുകാരോട്, ബന്ധുക്കളോട് ഫോൺ ചെയ്ത് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവനിൽ ഉണ്ടായ നല്ല മാറ്റങ്ങളെയാണ്, കഴിവുകളെയാണ്. കഴിവുകൾ കേടുകളെ കണ്ടെത്തുക, അന്വേഷിച്ചു പോവുക അല്ല രക്ഷകർത്തൃത്വം. മറിച്ച് അവരിൽ പുറപ്പെടുവിക്കുന്ന ചെറിയ ഒരു ശേഷിയെങ്കിലും അത് പരീക്ഷയിൽ 0 മാർക്ക് നേടിയവൻ ചിലപ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഒന്നാമനായിരിക്കും. അത് എടുത്തു പറയണം നമ്മൾ. ബാലവേദി പുതിയ ഭാരവാഹികളായി അൽവീറ അംജത്തിനെ പ്രസിഡന്റായും, സയാൻ നൌഷാദിനെ വൈസ് പ്രസിഡന്റായും, ഹിർസ് റഹ്മാനെ സെക്രട്ടറിയായും, അസ്ര ആഷിഖിനെ ജോയിന്റ് സെക്രട്ടറിയായും, സുലേഖ മാഹിൻ, കരീം ചൗക്കി എന്നിവരെ മുഖ്യ രക്ഷാധികാരികളായും, മുഹമ്മദ് BA, സിദ്ദിഖ് നാരമ്പാടി, അനസ് അഷ്റഫ്, അലീസ, അബാസിൻ, സാലിമ, സൽവ, നാസിയ, സാലിഹ, യാഫിഹ, നഹാൻ, അലീസ, ഹൈറ, മിസ്ബാഹ് എന്നിവരെ നിർവാഹക സമിതി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന സംഗീത സദസ്സ് ഇബ്രാഹിം ബാങ്കോട്, ഷാഫി കല്ലുവളപ്പിൽ, നൌഷാദ് ബായിക്കര, അബൂ പാണലം, ഹനീഫ് തുരുത്തി, കാറു, ബഷീർ അത്തിവളപ്പ്, ബഷീർ മുട്ടത്തോടി എന്നിവർ നിയന്ത്രിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയ്ക്ക് 1ാം സ്ഥാനം നേടിക്കൊടുത്ത പരിശീലകനും മോട്ടിവേറ്ററും എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമായ നവാസ് പാരീസിനെ ഷാളണിയിച്ച് ചടങ്ങിൽ അനുമോദിച്ചു. മെയ് 20 വരെ നീണ്ടുനിൽക്കുന്ന വായനക്കളരിയിൽ കുട്ടികൾക്കായി പുസ്തക പരിചയം, ആസ്വാദനക്കുറിപ്പ്, റീഡിംഗ് തിയേറ്റർ, നാടകക്കളരി, നാടൻപാട്ട് അവതരണം, സാഹിത്യ മത്സരങ്ങൾ, അഭിമുഖങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, ലഘുയാത്രകൾ, കയ്യെഴുത്ത് മാസിക തുടങ്ങിയവ നടത്തുവാൻ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ ദിടുപ്പ മുനവറുൽ ഇസ്ലാം ദർസ് കെട്ടിട ഉദ്ഘാടനവും മതപ്രഭാഷണവും 30 മുതൽ മെയ് 3 വരെയായി നടക്കും. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുത്ത മൊഗ്രാൽ പുത്തൂർ ദിടുപ്പ മുനവറുൽ ഇസ്ലാം ദർസിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം ഏപ്രിൽ 30 വ്യാഴം വൈകുന്നേരം 5 മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. രാത്രി 8:30 നടക്കുന്ന മജ്ലിസുന്നൂറിന് സലാം വാഫി അൽ അഷ്അരി പ്രാരംഭം കുറിക്കും. സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. കോട്ടക്കുന്ന് ഖത്തീബ് ഉസ്മാൻ സഅദി പട്ടോരി സംബന്ധിച്ച് സംസാരിക്കും. വെള്ളിയാഴ്ച രാത്രി 8:30 സമസ്ത കേന്ദ്ര മുഷാവറാംഗം ബംറാണ അബ്ദുൽ ഖാദർ ഖാസിമി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന ഇഷ്ക് മജ്ലിസ് സംഗമം സയ്യിദ് ജാഫർ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ അലി ഹുദവി മജ്ലിസിന് നേതൃത്വം നൽകും. കമ്പാർ ഖത്തീബ് ദാവൂദ് ഹനീഫി പ്രാർത്ഥന നടത്തും. ഞായറാഴ്ച നടക്കുന്ന സമാപന പരിപാടി സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി ആദരിക്കൽ ചടങ്ങും നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഏപ്രിൽ 30 വ്യാഴം ഉദ്ഘാടന സമ്മേളനം 4:30 പ്രാർത്ഥന സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ കുമ്പോൾ, സ്വാഗതം പി അബ്ദുറഹ്മാൻ ഹാജി ദർസ് സെക്രട്ടറി, അധ്യക്ഷൻ CH ഇസ്മായിൽ ഹാജി ദർസ് പ്രസിഡന്റ്, ഉദ്ഘാടനം സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രഭാഷണം മൊഗ്രാൽ പുത്തൂർ കുന്നില് ഖത്തീബ് താജുദ്ദീൻ ദാരിമി. അതുപോലെ ചടങ്ങിൽ വെച്ചിട്ട് ഞങ്ങൾ 5 ആളുകൾ ആദരിക്കുന്നത് അവർ ഈ ദർസിന് വേണ്ടി മുൻകാല കാലങ്ങളിലൊക്കെ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്.
ജസ്റ്റിസ് സലാഹുദ്ദീൻ സാഹിബ്, ഷാഖ് ഹാജി കോട്ടക്കുന്ന്, എസ് ഫസൽ അഹമ്മദ്, അമീരാജി പറപ്പാടി, ഇസ്മായിൽ ഹാജി, ഇത്തരം ആളുകളാണ് നമ്മൾ ആദരിക്കുന്നത്. പിന്നീട് നടക്കുന്ന മജ്ലിസ് നൂറാണ് രാത്രി നടക്കുന്നത്. അതിൽ ഹാഫിദ് റാഷിദ് ഫൈസി കോട്ടക്കുന്ന് ഹിഫ്ദ് കോളേജിന്റെ പ്രിൻസിപ്പൽ നേതൃത്വം നൽകും. അതിന്റെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നേതൃത്വം നൽകുന്നത് മജ്ലിസ് കൂടിയായ ശരിയാണ്. പ്രഭാഷണം നടത്തുന്നത് സംസാരിക്കുന്നത് ഉസ്മാൻ സാബി പട്ടോരി, കോട്ടക്കുന്ന് ഖത്തീബാണ്. ദർസ് മുദരിസ് സലാം വാഫി അഷ്ഹരി, പ്രസിഡന്റ് CH ഇസ്മായിൽ ഹാജി, ജമാഅത്ത് പ്രസിഡന്റ് അബ്ബാസ് ഹാജി, ദർസ് ജനറൽ സെക്രട്ടറി V അബ്ദുറഹ്മാൻ ഹാജി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൻവർ കടവത്ത്, കൺവീനർമാരായ മുസ്തഫ റഹ്മാനി, സവാദ് വാഫി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കടുത്ത വേനലിൽ ദാഹജലത്തിനായി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും ആഹ്വാനപ്രകാരം നടത്തുന്ന സൗജന്യ ദാഹജല വിതരണ കേന്ദ്രം തുറന്നു. മാതൃകാ പ്രവർത്തനം ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയോടൊപ്പം സാമൂഹ്യ മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയമായ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കടുത്ത വേനലിൽ ദാഹജലത്തിനായി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ആഹ്വാനപ്രകാരം നടത്തുന്ന സൗജന്യ ദാഹജല വിതരണ കേന്ദ്രം തുറന്നു. ബാങ്കിന്റെ മുഖ്യ ശാഖയുടെ കീഴിൽ ഈ വേനൽക്കാലം അവസാനിക്കുന്നതുവരെ ബാങ്ക് പ്രവർത്തന സമയങ്ങളിൽ സൗജന്യമായി പൊതുജനങ്ങൾക്ക് മോരും വെള്ളം നൽകും. ബാങ്കിന്റെ സമീപത്തെ ആശുപത്രി, ആരാധനാലയം, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർക്ക് പ്രയോജനം ലഭിക്കുന്ന മാതൃകാ പ്രവർത്തനം ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഉഷ്ണതരംഗത്തെ അതിജീവിക്കുന്നതിനു വേണ്ടി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർപ്പന്തൽ ആരംഭിക്കുകയാണ്. ഈ തണ്ണീർപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബാങ്കിനു വേണ്ടി ഞാനിവിടെ നിർവഹിക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടും ഉയർന്നു വന്നിട്ടുള്ള അതിതീക്ഷ്ണമായ ചൂടിൽ ജനങ്ങളാകെ വലയുമ്പോൾ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇനി ചൂട് അസ്തമിക്കുന്നതുവരെ കോട്ടച്ചേരി ബാങ്ക് ഇതുവഴി പോകുന്ന എല്ലാ ആളുകൾക്കും നല്ല മോരും വെള്ളം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരാധനാലയങ്ങളും ആശുപത്രികളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാമുള്ള ഈ പ്രദേശത്തെ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇന്ന് തണ്ണീർപ്പന്തലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇത് കേവലം മനുഷ്യർക്ക് മാത്രമല്ല, ബാങ്ക് പരിസരത്തെ എല്ലാ പ്രദേശത്തും ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ പരിസരത്തായി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാമായി ആളുകൾക്ക്, ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗം KV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി KV വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ കിക്കാങ്കോട്ട റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കണ്ണിച്ചിറ വയലിൽ കൊയ്ത്തുത്സവം നടത്തി. ഏകദേശം 1.5 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിലാണ് കൃഷി ചെയ്തത്. 50ാം വാർഷിക സംഘാടക സമിതി ചെയർമാൻ B ബാലൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കലാകായിക മേഖലയിൽ മികവിന്റെ പര്യായമായ കിക്കാങ്കോട്ട റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാർഷിക മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ചു. 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കണ്ണിച്ചിറ വയലിൽ ചെയ്ത നെൽകൃഷി ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തു. 1.5 ഏക്കറോളം വരുന്ന വയലിലാണ് കൃഷി ഇറക്കിയത്. 50ാം വാർഷിക സംഘാടക സമിതി ചെയർമാൻ B ബാലൻ ഉദ്ഘാടനം ചെയ്തു. കിക്കാങ്കോട്ട് റെഡ് സ്റ്റാർ ക്ലബിൻ്റെ 50ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന പരിപാടി എന്ന രീതിയിലാണ്, ഒരു പുതിയ പദ്ധതി എന്ന രീതിയിൽ നെൽകൃഷിയിലേക്ക് എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് സംഘാടക സമിതി എന്ന് തീരുമാനിച്ചു. തികച്ചും നമ്മുടെ മടിക്കൈ പഞ്ചായത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ രീതിയിലാണ് ആ ഒരു പ്രോഗ്രാം അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒട്ടേറെ ആശങ്ക നമുക്കുണ്ടായിരുന്നു. കൈവെളുപ്പിൽ ബാലൻ്റെ 1.5 ഏക്കർ സ്ഥലം അദ്ദേഹം തന്നപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് നടിയിൽ ഉത്സവം നടത്തിയപ്പോൾ ഏതാണ്ട് ഒരു 500-ലധികം ആൾക്കാർ നമ്മളെ പരിപാടിയുമായി സഹകരിച്ചു. അന്ന് തന്നെ നമുക്ക് ഉറപ്പായി കാർഷിക മേഖലയിൽ നിന്ന് പുതിയ തലമുറ പുറകോട്ട് പോകുന്നത്
അവർക്കതിനുള്ള അവസരം നൽകാത്തത് കൊണ്ടാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുള്ളത്. പിന്നീട് ആ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള പങ്കാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ മിഷ്യൻ വെച്ചാണ് മൂടുന്നത്. കുറച്ച് മിഷ്യൻ ചളിയിൽ പോകാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കൊയ്ത്തുത്സവം സംഘടിപ്പിക്കണം തീരുമാനിച്ചു. ജനറൽ കൺവീനർ ശശീന്ദ്രൻ മടിക്കി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു. കെ രമേശൻ, കെ പ്രഭാകരൻ, പി രാജൻ, ദിവ്യ സന്തോഷ് എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷത്തെ കലാപരിപാടികളാണ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചായോത്ത് സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച GV രാജ സ്പോർട്സ് സ്കൂൾ മാതൃകയിലുള്ള സ്പോർട്സ് സ്കൂളിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ഈ അധ്യയന വർഷത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചായോത്ത് സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച GV രാജ സ്പോർട്സ് സ്കൂൾ മാതൃകയുള്ള സ്പോർട്സ് സ്കൂളിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ഈ അധ്യയന വർഷത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും വടംവലി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പ്രൊഫസർ P രഘുനാഥ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും നിരീക്ഷകനുമായ പ്രവീൺ മാത്യു, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം അനിൽ മംഗളം എന്നിവർ സംസാരിച്ചു. വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് നേടിയ ദേശീയ വടംവലി താരം P അഭിനി, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ P രഘുനാഥ്, എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട K വാസന്തി ടീച്ചർ, 2014 മുതൽ കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന KP അരവിന്ദാക്ഷൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിത് അദിയാമ്പൂർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി M രാഘവനെയും ബാബു കോട്ടപ്പാറ, K വാസന്തി, M അംബുജാക്ഷൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും MV രതീഷ് വെള്ളച്ചാലിനെ സെക്രട്ടറിയായും സജിത് അദിയാമ്പൂർ, M സുനിൽ നോർത്ത് കോട്ടച്ചേരി, ഹരിപ്രിയ മീങ്ങോത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും മനോജ് അമ്പലത്തറയെ ട്രഷററായും തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് ജോർജ് തോമസ്, സ്പോർട്സ് കൌൺസിൽ നിരീക്ഷകൻ TV കൃഷ്ണൻ എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം സർവീസ് സൊസൈറ്റി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് യൂണിറ്റ് നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നഗരത്തിൽ ശ്രദ്ധേയമായി. സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘടിപ്പിച്ച പരിപാടി മനുഷ്യ സ്നേഹത്തിന്റെ നന്മ നിറച്ചൊരു സന്ദേശമായി മാറി. നഗരത്തിലെ നന്മ മരച്ചുവട്ടിൽ ഭക്ഷണ വിതരണവും നടത്തി. മുസ്ലിം സർവീസ് സൊസൈറ്റി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് യൂണിറ്റ് നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നഗരത്തിൽ ശ്രദ്ധേയമായി. സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘടിപ്പിച്ച പരിപാടി മനുഷ്യസ്നേഹത്തിന്റെ നന്മ നിറച്ചൊരു സന്ദേശമായി മാറി. നഗരത്തിലെ നന്മമര ചുവട്ടിൽ ഭക്ഷണ വിതരണം നടത്തി. സാധാരണക്കാർക്കും വഴിയാത്രക്കാർക്കും ഏറെ ആശ്വാസമായ ഈ ഭക്ഷണ വിതരണം നിരവധി ആളുകൾക്ക് ഉപകാരമായി. ഇതിനൊപ്പം കനത്ത വേനൽ ചൂടിൽ വലയുന്ന ജനങ്ങൾക്കായി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടിവെള്ളവും മോരും വിതരണം ചെയ്തു. ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ ദാഹം മാറാൻ ഈ സേവനം ഏറെ പ്രയോജനകരമായി. യാത്രക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർക്ക് ഇത് വലിയ ആശ്വാസമായി. സേവന മനോഭാവം മുൻനിർത്തി സംഘടിപ്പിച്ച MSS കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയൊരു സ്വീകാര്യത നേടി. മനുഷ്യസ്നേഹവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ഇടപെടലുകൾ മറ്റ് സംഘടനകൾക്കും പ്രചോദനമാകുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ഖാലിദ് C പാലക്കി, സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, സെക്രട്ടറി അൻവർ ഹസൻ, ട്രഷറർ അസൈനാർ M, ഹാറൂൺ ചിത്താരി, ഷംസുദ്ദീൻ മാട്ടുമൽ, MK അബ്ദുള്ള, T മുഹമ്മദ് അസ്ലം, സുബൈർ തെക്കേപ്പുറം, സലാം കേരള എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് സിത്താങ്കോളി കൊലപാതകം പ്രതി അറസ്റ്റിൽ. നായിക്കാപ്പ് സ്വദേശി ശ്രീനിവാസയാണ് പിടിയിലായത്. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർക്ക് സൂര്യതാപമേറ്റു. 19ാം വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണനാണ് പൊള്ളലേറ്റത്. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കുവാനായി കൊണ്ടുവന്ന 1/2 കോടിയോളം രൂപ പട്ടാപകൽ കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി അറുമുഖനാണ് പിടിയിലായത്.
കടം നൽകിയ 2000 രൂപ തിരിച്ചു തന്നില്ല. സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ. നുള്ളിപ്പാടിയിൽ കെട്ടിടത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. വോട്ടെണ്ണലിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. കാസർഗോഡ് പടന്ന ശൈശവ വിവാഹം. ചന്ദേര പോലീസ് അഴീക്കൽ ജുമാ മസ്ജിദിലെ ഇമാമിന്റെ മൊഴിയെടുത്തു. കേരള NGO അസോസിയേഷൻ 51ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.